അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂറത്തിന്, അതായത് ഈലാഫി ഖുറൈശ് എന്ന സൂറത്തിന് ഭയങ്കര മഹത്വമാണ്. ഈ സൂറത്ത് ഓതിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ അത് നല്ല ബർക്കത്താണ്, നല്ല ടേസ്റ്റാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവമാണെന്ന്. ആ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട് പണി നടക്കുന്ന സമയത്താണ് കേട്ടോ. അന്ന് ഞങ്ങളുടെ വാർപ്പിൻ്റെ സമയത്ത്, മേലെ വാർപ്പിട സമയത്ത് നമ്മൾ ജോലിക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുമല്ലോ അല്ലേ. അതേപോലെ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ 12 കിലോ അരിയും അതിക്കുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ബിരിയാണി വെക്കാൻ? ഞാൻ 2 3 ഇനിയിപ്പോൾ കൂടിപ്പോയി ഒരു 5 കിലോ അതിലധികം ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതും ഈ ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ളത് ഞാൻ എന്താ ചെയ്യുക, എനിക്കിതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല, പേടിക്കൊന്നും വേണം, ഉണ്ടായിക്കോന്ന് പറഞ്ഞത്. അവരാണെങ്കിലോ എന്തെങ്കിലും ഒരു എരിയോ പുളിയോ കൂടിപ്പോയി അങ്ങനെ പറയുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമ്മൾ കുഴപ്പമില്ല, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പുറത്തുള്ള ആൾക്കാർക്കും കൂടി കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ആ കൺഫ്യൂഷന്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ അരിഞ്ഞ് എല്ലാതും സെറ്റാക്കി വെച്ച്. അപ്പം ഞങ്ങൾ അടുത്തത് താത്തയും വന്ന് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന്. അപ്പം നമ്മളിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ പറയുന്നുണ്ട്, ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ്, ഇത് ഉണ്ടാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ സാധാരണ ഉണ്ടാക്കണില്ലേറെ അതിൻ്റെ അത്രയും കൂടി സാധനം എടുത്താൽ മതി, എന്നിട്ട് ഇത് ഉണ്ടാക്കിക്കോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട്, ഇത്രയും ആൾക്കാർക്ക് കൊടുക്കാനുള്ളതല്ലേ, നല്ല പേടിയുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, ഈലാഫി ഖുറൈശ് എന്ന സൂറത്ത് ഓതിയിട്ട് ഭക്ഷണം പാചകം ചെയ്തോ, ആ സൂറത്ത് ഓതി പാചകം ചെയ്തോ, അതിന് നല്ല ബർക്കത്താണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നായിക്കോട്ടെ. ഞാൻ അങ്ങനെ ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിക്കാണ്ട് ഞാൻ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. അൽഹംദുലില്ലാ, ആ ഭക്ഷണം നല്ല ഉഷാറായി. അതിൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ച് ഭക്ഷണം എല്ലാവർക്കും കൊടുത്ത്. എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി ഇരിക്കണേ, നല്ല അടിപൊളി ചോറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ സൂറത്ത് എനിക്ക് ഭയങ്കര ഒരു അടുപ്പായി, എനിക്ക് ഈ സൂറത്ത്. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ സൂറത്ത് ഓതിയിട്ട് ഞാൻ പാചകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുടിയിരിക്കേണ്ട സമയം, ആ സമയത്ത് ഭക്ഷണം ഞങ്ങൾ കാറ്ററിങ്ങിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ആൾക്കാരൊക്കെ വന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ആൾക്കാരുണ്ട്. നമ്മൾ എല്ലാവരും കൂടി പറയുമ്പോൾ നമുക്കൊരു ശരിക്കും ഒരു കറക്റ്റ് എണ്ണം കിട്ടൂലല്ലോ. നമ്മൾ ഒരാൾ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എണ്ണം കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. ഇത് പലരോട് പറഞ്ഞതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു എണ്ണം കിട്ടണില്ല. അപ്പം നമ്മൾ കാറ്ററിംഗുകാരോട് പറഞ്ഞത് ആളെ എണ്ണം കുറവായിപ്പോയി, നമ്മളെല്ലാവരും വന്നപ്പോൾ കൂടുതൽ ആൾ. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബേജാറുണ്ട്, എന്താവും, ഭക്ഷണം തികയൂലേ, നമ്മൾ എത്രയല്ലേ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഒരു ഭക്ഷണം വിളമ്പിനോടത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. എനിക്ക് ആകെ ബേജാറായിക്കണേ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ തന്നെ ഭക്ഷണം നോക്കാം കഴിയാനായിക്കണേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരും കൂടിയൊക്കെ ഇരിക്കാറിയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്നാൽ ആരെങ്കിലും പറഞ്ഞയച്ചിട്ട് കുറച്ച് ചോറ് എന്തെങ്കിലും കൊണ്ടുവച്ചാൽ ആർക്കും ഭക്ഷണം കൊടുക്കാതെ പറഞ്ഞയക്കാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ വിളിച്ചെടുത്തിട്ട് നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. ഇനിയിപ്പോൾ കുറച്ച് ബാക്കിയായാലും വേണ്ടില്ല, നിങ്ങൾ കുറച്ച് കൊണ്ടുവന്നോളെന്ന് പറഞ്ഞു. അങ്ങനെ ആരെ പോവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്നിരിക്കല്ല, ഇങ്ങനെ സീറ്റ് കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല, അവരുള്ള ഭക്ഷണം തന്നെ ഇങ്ങനെ കൊടുത്ത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഭക്ഷണം, നല്ല ചോറാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഭക്ഷണം അവിടെ പോയി നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇതിൽ ഭക്ഷണം പറ്റ കുറവാണ്. ആ സമയത്ത് ഞാൻ അവിടെ നിന്നിട്ട് റബ്ബേ ഞാൻ എന്താ ചെയ്യുക, ഞങ്ങൾ എന്ത് ചെയ്യാമല്ലോ, ഞാൻ ഭക്ഷണം ഈ ആൾക്കാരുടെ ഇടയിൽ വഷളാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈലാഫി ഖുറൈശ് എന്ന ഈ സൂറത്ത്, അപ്പം എൻ്റെ മനസ്സിലങ്ങനെ വന്നു. ഈ ഈലാഫി ഖുറൈശ് എന്ന് പറഞ്ഞ ഈ ഒരു സൂറത്ത് ഞാൻ 3 പ്രാവശ്യം അവിടെ നിന്നിട്ട് ഓതി. അപ്പം നിൻ്റെ ബർക്കത്ത് കൊണ്ട, ഈ ഭക്ഷണത്തിന് നിൻ്റെ ബർക്കത്ത് കൊണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഭക്ഷണം അവിടെ, എനിക്കറിയില്ല, ഈ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് ചോറ് അവിടെ ബാക്കി ഉണ്ടായിരുന്നു. എങ്ങനെ ഇത് സംഭവിച്ചതെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ വന്ന ആൾക്കാർ തന്നെ, അത് ഭക്ഷണം ഇങ്ങനെ വിളമ്പുന്ന ആൾക്കാർ തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് ആകെ ബേജാറായിരുന്നു, തികയൂലെന്ന് വിചാരിച്ചേനു,
എന്താണ് പഠിച്ചവൻ്റെ വർക്കത്തുകൊണ്ടാണ് കേട്ടോ തികഞ്ഞത്. എന്താണ് നിങ്ങൾ പഠിച്ചവനോട് 5 വക്തിലും ഇങ്ങനെയല്ലേ പറയണത്, അതുകൊണ്ടാണ് തികഞ്ഞതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഈ ഒരു സൂറത്തിൻ്റെ ഒരു മഹത്വമാണ് കേട്ടോ ഞാനവിടെ കണ്ടിട്ടുള്ളത്. ഭക്ഷണം ആ സമയത്ത് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര ഒരാൾക്ക് കൊടുക്കാൻ കമ്മിയായിട്ടുണ്ടെങ്കിൽ അത് എത്ര മനസ്സിക്ക് ടെൻഷനാണ്. അത് നമുക്ക് എത്ര ബാക്കിയായാലും നമുക്ക് അടുത്തുള്ളവർക്കെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് ഫുൾ എല്ലാവർക്കും തികഞ്ഞു കേട്ടോ. ഇതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ 2 അനുഭവമായിട്ടപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സൂറത്തിന് ഭയങ്കര മഹത്വമാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൂറത്ത് ഓതാൻ ശ്രമിക്കുക. ഇനി നമ്മൾ എവിടെയെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എവിടെയെങ്കിലും വല്ല ഇതും വരികയാണെങ്കിൽ ഈ ഒരു സൂറത്ത് അവിടെ പാരായണം ചെയ്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സെപ്പോഴും ശുദ്ധിയായിരിക്കണം കേട്ടോ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാം, ഇതൊന്നും അധികം ഒന്നും നല്ല കാര്യമല്ല കേട്ടോ. നമ്മളെപ്പോഴും അള്ളാഹുവിൽ ഒരു നമ്മൾ ഭാരർപ്പിക്കുക. നമ്മൾ ഒരാളെയും കുറ്റം പറയുന്നത് വേണ്ട. നമ്മൾ നല്ല മനസ്സോട് കൂടി ജീവിക്കുക. എന്ന് കണ്ടാൽ നമ്മൾ നാളെ കാണില്ല, നമുക്കെല്ലാവർക്കും മരിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ നല്ല മനസ്സോട് കൂടി ജീവിക്കുക. അപ്പോൾ അള്ളാഹു എല്ലാവർക്കും നല്ല മനസ്സ് പ്രദാനം ചെയ്യട്ടെ. നല്ല ജീവിതം അള്ളാഹു ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കാം.